ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് ലളിതമായി പഠിച്ചാലോ? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ ഒരു മനുഷ്യ ശരീരത്തോട് അഥവാ ഹ്യൂമൻ ബോഡിയോട് താരതമ്യം ചെയ്യാൻ സാധിക്കുമോ? ഹെർബർട്ട് സ്പെൻസർ എന്ന സോഷ്യോളജിസ്റ്റ് പറഞ്ഞത് സൊസൈറ്റി ഒരു സോഷ്യൽ ഓർഗാനിസമാണെന്നാണ്. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് വിവിധ അവയവങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇതുപോലെ തന്നെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വിവിധ ഭാഗങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം, നിയമം, ഗതാഗതം, മാധ്യമങ്ങൾ എന്നിവയെല്ലാം ചേർന്നതാണ് ഈ സോഷ്യൽ സിസ്റ്റം. ഇവ പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സ്കൂൾ തന്നെ എടുക്കാം. അവിടെ ഹെഡ്മിസ്ട്രസും അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെയില്ലേ? ഇവരെല്ലാവരും അവരവരുടെ ധർമ്മങ്ങൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് സ്കൂൾ എന്ന സിസ്റ്റം വർക്കാകുന്നത്. ഇനി മിഥുൻ എന്ന ഒരാളുടെ ഒരു ദിവസം നമുക്ക് പരിശോധിക്കാം. മിഥുൻ ജോലിക്ക് പോകാൻ പൊതുഗതാഗതം അഥവാ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങൾക്കായി അവൻ ബാങ്കിനെ ആശ്രയിക്കുന്നു. രാത്രിയിൽ അവൻ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മുടെ ജീവിതം പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇനി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിലേക്ക് വന്നാലോ? ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. GS ഘൂരിയെ എന്ന സോഷ്യോളജിസ്റ്റ് പറഞ്ഞത് ജാതി വ്യവസ്ഥ ഇതിന്റെ പ്രധാന സവിശേഷതയാണെന്നാണ്. മതം, ഭാഷ, വർഗം എന്നിവയിലെല്ലാം നമുക്ക് വലിയ വൈവിധ്യങ്ങളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് നമ്മുടെ ഈ സിസ്റ്റം. ഈ വൈവിധ്യങ്ങൾക്കിടയിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ശക്തി. പരീക്ഷയ്ക്ക് ഈ സോഷ്യൽ ഓർഗാനിസം എന്ന കൺസെപ്റ്റ് വളരെ പ്രധാനമാണ്, മറക്കല്ലേ?